ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ കീറു ബിനിഷ്. അപ്പോൾ ഞാനിന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മുൻകൂട്ടിയിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടോ വീഡിയോ ചെയ്തിട്ടോ ഒന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഫോണിന് ക്യാമറയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിതേ ഗുരുവായൂർ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇതാണ് ഞാൻ. എൻ്റെ മോൾ എന്തോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെയും ഫസ്റ്റ് ലുക്ക്. അങ്ങനെ ഞങ്ങളിതാ തിരൂരിൽ നിന്ന് ഗുരുവായൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതാണ് എൻ്റെ ചേച്ചീൻ്റെ മോള്, ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ മോള്, അമ്മു എന്നാണ് പേര്. റൈറ്റ് സൈഡിലിരിക്കുന്നതാണ് അമ്മ, ഇതെൻ്റെ മോള്. റൈറ്റ് സൈഡിലിരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അമ്മയാണ്. പിന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്നത് എൻ്റെ ചെറിയ നാത്തൂനാണ്. അപ്പോൾ ഞങ്ങൾ തിരൂരിൽ നിന്ന് ചമ്രവട്ടം വഴിയാണ് ഗുരുവായൂർക്ക് പോകുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചമ്രവട്ടം പുഴ, ഭാരതപ്പുഴ എന്നും പറയും. പിന്നെ ഞങ്ങൾ കർമ്മ റോഡ് വഴിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പലതവണ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ആ റോഡ് വഴി പോകുന്നത്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ എന്തോ കാർണിവലോ ഫെസ്റ്റോ എന്തോ ഒന്നുണ്ട്, എന്താണെന്നറിയില്ല. മോൻ അതിനും വേണ്ടി കുറേ വാശി പിടിച്ചെങ്കിലും നോ ചാൻസ്. ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം ഗുരുവായൂർ എത്തിച്ചേർന്നു. ഞങ്ങൾ കിഴക്കേ നടയിലുള്ള ദേവാങ്കണ റെസിഡൻസിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആര്യാസ് ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ തമ്പടിച്ച് നിന്ന് അതാ പട്ടി ഷോ കാണിക്കുന്നത് ഞാനാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഒരു ചേട്ടൻ വന്ന് ഞങ്ങളെ ലഗേജ് റൂമിലേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. പോകുന്നതാണ് ലഗേജ് എടുക്കാൻ വന്ന ചേട്ടൻ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ എല്ലാം അറിയുന്നത് പോലെ എൻ്റെ വഴികാട്ടിയായിട്ട് എൻ്റെ മകൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് മന്ദം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. പതുക്കെ ലിഫ്റ്റ് തുറന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അമ്മു. ഞാനും എൻ്റെ ചെറിയ നാത്തനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മോനാണെങ്കിൽ അമ്മുവിനായിട്ട് അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു ഹരമാണ്. എന്താണെന്നറിയില്ല, ആ കുട്ടീനെ കണ്ടാൽ അവൻ അപ്പടി ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഇത് രണ്ടാമത്തെ നാത്തൂൻ്റെ ഭർത്താവാണ്. ആൾ ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. ഇതാണ് രണ്ടാമത്തെ നാത്തൂൻ. ആൾ ഡാൻസ് ടീച്ചറാണ്. ഇതാണ് ഞങ്ങളുടെ വിശാലമായ ബെഡ്റൂം. പക്ഷേ 5 പേരും 2 കട്ടിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇത് നമ്മളെ പാട്ട് ടീച്ചറാണ്. ഈ ടീച്ചറുടെ കുട്ടികൾ അരങ്ങേറ്റത്തിനാണ് നമ്മളിപ്പോൾ ഗുരുവായൂർ വന്നിട്ടുള്ളത്. റൂമിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അടി തുടങ്ങി. കരയുന്നു. എന്തിനോ അടി ഉണ്ടാക്കിയെന്നറിയാണ്ട് മോളതാ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ലുക്ക്. കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തേക്ക് പോവുകയാണ്. നേരം 8:09 മണിയായി. അങ്ങനെ എല്ലാവരും എന്തൊക്കെ ചെയ്യണം, അമ്പലത്തിൽ പോയിട്ട് ശിവയിലേക്ക് തൊഴണോ, അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുമായി കരഞ്ഞ് തളർന്ന് അമ്മയുടെ മേലെ കയറിപ്പറ്റി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലിഫ്റ്റ് തുറന്ന് ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റ് കണ്ടപാടെ അവൻ എവിടുന്ന് ഉഷാർ വന്നോന്നറിയില്ല, അവൻ നേരെ ഓടിക്കയറി. ഞങ്ങളെല്ലാവരും ഒരുങ്ങി കുളിച്ച് സെറ്റായി അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. അതിലുള്ളൊരമ്മ ചേട്ടൻ്റെ അമ്മയാണ്. ചേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നാത്തൂൻ്റെ അമ്മായിയമ്മയാണ്. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പാവം, അമ്മയ്ക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കിഴക്കേ നടയിൽ നിന്ന് റൂമിൻ്റെ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് അവിടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കനുണ്ടായിരുന്നു. മോനാണെങ്കിൽ ടോയ്സ് എന്ന് പറഞ്ഞാലൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ അവൻ്റെ അമ്മായിനെയും കൂട്ടി ആദ്യം ഒരു കടയിൽ കയറി. അതിനെന്തൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മായി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ 9 മണിയുടെ ശിവേലി 9:30ക്കാണ്. ലേറ്റായിട്ടാണ് ശിവേലി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും ശിവേലി തൊഴാൻ പോയി. ഞാൻ മോളുള്ളതുകൊണ്ട് മാക്സിമം ഞാൻ ആ തിരക്കുന്ന ഞാൻ ഒഴിവായി. ഞങ്ങൾ അത്രയും നേരം പോസ്റ്റ് അടിച്ചു ഗൈസ്. അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നു. മോൾ ഉറങ്ങുകയും ചെയ്തു. വെറുതെ ഇരിക്കുന്നു. അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് വന്ന് മോൻ പിന്നെയും
ടോയ്സ് കടയിലേക്ക് കയറി. പാവമ്മായി, അമ്മയുടെയൊക്കെ ഇഷ്ടകാലം. അങ്ങനെ അവൻ അവിടെ പോയി കുറേ സെലക്ട് ചെയ്തു. അതൊന്നും അവന് പറ്റിയില്ല. ഈ കണ്ട ടോയ്സ് ഉണ്ടായിട്ടൊന്നും അവന് പറ്റിയില്ല. അവൻ അവിടെ നിന്നും പിന്നെയും വേറെ കടയിലേക്ക് കയറി. പിന്നെയും വേറെ കടയിൽ കയറി. അവിടെ ഉള്ളതും അവന് പറ്റിയില്ല. ലാസ്റ്റ് അതവൻ ആ നേരത്തെറിഞ്ഞ് പൊട്ടിക്കണ പടക്കം, എന്തായിട്ട് പേരെനിക്കറിയില്ല, ആ പടക്കം പോലത്തെ ഐറ്റം മേടിച്ചു. അവനത് കാലുകൊണ്ട് പൊട്ടിച്ചു. അപ്പോൾ അവൻ്റെ ഈ പടക്കം പൊട്ടിക്കൽ കാണാൻ വേണ്ടിയിട്ട് പടക്കം തീരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അവന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ പടക്കത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എനിക്ക് അതിൻ്റെ പേര് അറിയില്ല. അപ്പോൾ വിശന്ന് വലുത് ഞങ്ങൾ 10:10 കണ്ടായപ്പോൾ ഞങ്ങൾ വേറൊരു ഹോട്ടലും കാണാൻ കിട്ടിയില്ല. ഞങ്ങൾ സുഖസാഗർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയപ്പോൾ ഫുഡും കമ്മിയായിരുന്നു. അതിന് ഞങ്ങൾ പൊറാട്ടയും ചപ്പാത്തിയും പനീർ ബട്ടർ മസാല ഗോബി മഞ്ചൂരി ഇതാണ് കഴിച്ചത്. അവിടെ ആകെ ഉണ്ടായിരുന്നതായിരുന്നു. പാവം ഞങ്ങൾ. അങ്ങനെ ആ ഹോട്ടൽ സുഖസാഗറിൻ്റെ അടുത്ത് താഴെ തന്നെ വേറെ ടീ ടൈം പറഞ്ഞിട്ടൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ടീയും കുടിച്ച് അമ്മുവിൻ്റെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ചായ കിട്ടി. ചായ കുടിച്ചപ്പോൾ നല്ല ചൂട്. ഒരൊറ്റ സിപ്പിന് തന്നെ എൻ്റെ നാവ് പൊള്ളി. ഇടയിൽ കൂടെ കുമ്മനടിക്കണ കണ്ടു എൻ്റെ ചെറിയ നാത്തു. ചിരിയും വരുന്നുണ്ട്. നാത്തു മാത്രമല്ല, അമ്മ ഉണ്ടായിരുന്നു കുമ്മനടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾക്ക് എടുക്കാനുള്ള പരിപാടിയിൽ ആരംഭിച്ചു. അപ്പോൾ അത്രയും നേരം ഉറങ്ങിയ എൻ്റെ മോള് ആ സമയത്ത് ഉറക്കമുണർന്നു. പിന്നെ എൻ്റെ കാര്യം ഗോവിന്ദ, അവൾ അത്രയും നേരം സുഖമായി കിടന്നുറങ്ങി. മോനാണെങ്കിൽ കടക്കെ കണ്ടതും ദേ പോയി. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾ ഒരുങ്ങി. ഇതാണ് എൻ്റെ പിറ്റേ ദിവസത്തെ ലുക്ക്. നേരം വൈകിട്ടാണ് ഗൈസ് ഇറങ്ങിയത്. നേരം 8 മണി ആയിരുന്നു ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ തല്ലൂടി മോനായിട്ടൊക്കെ കച്ചറ കൂടി ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലെത്തി. ഇത് മലപ്പത്തൂർ ഓഡിറ്റോറിയം അല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു പാട്ടിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. അങ്ങനെ പാട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി പാട്ടായിരുന്നു. അങ്ങനെ ഞാനും നാത്തൂരും സുഖസുന്ദരമായി അവിടെ ഇരുന്ന് പാട്ട് കേട്ട് ആസ്വദിച്ചു. അതിനിടയിൽ പാട്ടിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോളുടെ നല്ല നൃത്തച്ചുവടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഡാൻസും ആർമാദവും ഉല്ലാസങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് പിറ്റൊക്കെ പാക്ക് ചെയ്ത് നേരെ തിരൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടുന്ന് ഉച്ചയായി ഇറങ്ങുമ്പോൾ പാവം അമ്മ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഗൈസ്, കണ്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് പോകുന്നു. കുന്നംകുളം എത്താറായപ്പോൾ ഒരു വില്ലേജ് റെസ്റ്റോറൻറ്റിൽ കയറി അടിപൊളി ഒരു സദ്യ കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 2-3 പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും വെജ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ വെജ് നല്ല സൂപ്പർ ടേസ്റ്റി. അതുപോലെ അവരുടെ റെസ്റ്റോറൻറ്റ് കാണാനാണെങ്കിലും നല്ല ഒരു വൈബ് തന്നെയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടായിരുന്നു, റോഡ് സൈഡിൽ തന്നെയായിരുന്നു. കുന്നംകുളം കഴിഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. വിശന്ന് വാടി തളർന്ന് എല്ലാവരും ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നേരം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മോന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മോന് ബിരിയാണി കൊടുന്നു, മമ്മും ബിരിയാണി കഴിച്ചു, ഞങ്ങൾക്ക് സദ്യയും കൊടുന്നു. സദ്യ ഒരു രക്ഷയില്ല, സൂപ്പർ സദ്യ. ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വയറുനിറയെ കഴിച്ച് അത്രയും നേരത്തെ വിശപ്പ് ഞങ്ങൾ തീർത്തു. ഊണ് കഴിഞ്ഞ് കൈ കഴുകി ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അവരുടെ തന്നെ വില്ലേജിൻ്റെ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഊഞ്ഞാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി നല്ല ആടിത്തിമർത്തു. ഒത്തിരി നേരം ഞങ്ങൾ ഊഞ്ഞാലാടി. മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഊഞ്ഞാലാടെന്ന് പറഞ്ഞാൽ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. നല്ല ക്ഷീണമായിരുന്നു, 2 ദിവസത്തെ ക്ഷീണം ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിന്നെ വീഡിയോ എടുത്തില്ല ഗൈസ്.